അധികം ആളുകൾ 3069 ആളുകളെ 45 ക്യാമ്പുകളിലായിട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ നിന്ന് മാത്രം, വയനാട്ടിൽ മാത്രം എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. 572 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 48 മണിക്കൂറിൽ വയനാട്ടിൽ പെയ്തിറങ്ങിയത്. ആ മഴയുടെ ആഘാതം എന്നുള്ളത് തീർച്ചയായും സ്വാഭാവികമായും വലിയ ദുരന്തത്തിന് വഴിവെക്കുന്നതായിരിക്കും. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുത്തുമലയിൽ 2019 കവളപ്പാറയിലൊക്കെ ഉണ്ടായ ദുരന്തത്തിൽ പുത്തുമലയിൽ 93 പേരാണ് മരണമടയുന്നത്. കവളപ്പാറയിൽ മരണമടയുന്നത് 59ഓളം ആളുകളാണ്. എന്നാൽ അതിനെയും മറികടന്നാണ് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 106 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. പക്ഷേ മുണ്ടക്കയിൽ ഇനിയും ബോഡികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ചാലിയാർ പുഴയിൽ ഇനിയും ബോഡികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. 128 പേരെ കാണാനുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പറയുന്നത്. ഇത്രയും അധികം ആളുകളെ കാണാനുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ആശങ്കകൾ കൂടി സൃഷ്ടിക്കുന്നുണ്ട്. ഇവരെവിടെയാണ് എന്ന് നമുക്കറിയില്ല. പലയിടങ്ങളിലും അവരെ തിരയുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർ അവരെ ഫോൺ ചെയ്യുന്നു, പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നില്ല. പലരും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ കവളപ്പാറയിൽ 11 പേരെ ഇനിയും വീണ്ടെടുക്കാനുണ്ട് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. സ്വാഭാവികമായും അത്തരത്തിലുള്ള വലിയൊരു മാസീവായിട്ടുള്ള ലാൻഡ്സ്ലൈഡാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന ട്രീ വാലിയുടെ മുമ്പഴത്തെയും ഇപ്പോഴത്തെയും ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരൊന്ന് കാണൂ. ഇതാണ് ട്രീ വാലി റിസോർട്ട്, നേരത്തെ ഉണ്ടായിരുന്ന റിസോർട്ടാണ്. ആ റിസോർട്ട് നിലനിന്നിരുന്ന സ്ഥലം ഇങ്ങനെയായിരുന്നു നേരത്തെ. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണൂ. ഇപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഈ പ്രേക്ഷകർ കാണുന്നത് ഒരു വിൻഡോയിൽ. മുമ്പുണ്ടായിരുന്നതും ഇപ്പോഴുണ്ടായിരുന്നതുമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം വലിയ ദുരന്തമാണ് ആ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മുഴുവൻ പ്രദേശവും അക്ഷരാർത്ഥത്തിൽ ഇളകിപ്പോയിരിക്കുന്നു. ആ പ്രദേശം കണ്ടാൽ തിരിച്ചറിയില്ല. എവിടെയാണ് നിന്നത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ കിലോമീറ്ററുകളോളം വിസ്തൃതിയിലാണ് ഇത് ഇളകിപ്പോയിരിക്കുന്നത്. പ്രഭവ കേന്ദ്രമായ മുണ്ടക്കയുടെ മുകൾ ഭാഗത്ത് നിന്നും ഇരുവഴിഞ്ഞിപ്പുഴ ഉത്ഭവിക്കുന്ന സ്ഥാനത്തു നിന്നുമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെങ്കിലും 6 കിലോമീറ്ററോളം പ്രഭവസ്ഥാനത്തു നിന്നും ഉരുൾപൊട്ടിയാണ് ജനവാസ കേന്ദ്രമായ ചൂരൽമലയിലേക്ക് ഈ വലിയ കല്ലുകളും പാറകളും മണ്ണും എത്തിച്ചേർന്നത്. അവിടെയാണ് നിരവധി മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് നിരവധി ആളുകൾ വീടിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഒരിക്കലും ചൂരൽ മല അങ്ങാടിയിൽ ഇങ്ങനെയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നോ ഇങ്ങനെയൊരു മണ്ണൊലിപ്പ് ഉണ്ടാകുമെന്നോ ആരും പ്രതീക്ഷിച്ചിരുന്നതേയല്ല. കാരണം 6 കിലോമീറ്റർ അകലെയാണ് ഈ ദുരന്തബാധിത പ്രദേശം എന്നറിയപ്പെടുന്ന മുണ്ടക്കൈ ഉള്ളത്. ആ പ്രദേശത്ത് നിന്നും മണ്ണിടിഞ്ഞ് താഴെ വന്ന് പതിക്കുമെന്നുള്ളത് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എല്ലാവരും സുഖമായി ഇന്നലെ മഴയുടെ തണുപ്പിൽ ഉറങ്ങാൻ പോയപ്പോൾ രാത്രി 1:30 അവരെ പുതഞ്ഞെത്തിയ മരണം അവരെ മണ്ണിനടിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ മണ്ണിടിച്ചിലിൽ 106 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരിൽ പലരും ആശുപത്രിയിൽ ഒന്ന് പൊരുതാൻ പോലും അറിയാത്ത രീതിയിൽ ആ സംഭവ സ്ഥലത്ത് വെച്ച് മരണമടഞ്ഞവരാണ്. ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ തുടരുന്നവരുണ്ട്. അവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 3 പേരെ നമ്മൾ കാണിച്ചു കൊടുത്ത ലൊക്കേഷനിൽ നിന്ന് തന്നെ ദുരന്ത നിവാരണ സേനയ്ക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മദ്രസയിൽ കുടുങ്ങിക്കിടന്നവരുണ്ട്. ഈ ട്രീ വാലി റിസോർട്ടിൽ കുടുങ്ങിക്കിടന്നവരുണ്ട്. ഈ പ്രേക്ഷകർക്കാണ് അല്പസമയം മുമ്പ് റിപ്പോർട്ടറിൻ്റെ ക്യാമറ സംഘം പകർത്തിയ ആകാശ ദൃശ്യങ്ങളിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ ഭീകരത വ്യക്തമാകുന്നതാണ്. പുഴ അക്ഷരാർത്ഥത്തിൽ 2 വരിയായിട്ടാണ് ഇപ്പോൾ ഒഴുകുന്നത്. ഒരു ചെറിയ നീർച്ചാലായിരുന്ന പുഴ ഇപ്പോൾ ഒരു വലിയ പുഴയായി, ഒരു വലിയ സമുദ്രമായി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചിലയിടങ്ങളിലെങ്കിലും അത്ര വ്യാപ്തിയിലാണ് മണ്ണിടിഞ്ഞു വന്നത്. ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലും മണ്ണിടിഞ്ഞു വരുന്നത് കണ്ടു, വെള്ളം കൂടുന്നത് കണ്ടു. ഈ ഇലവരിഞ്ഞി പുഴയുടെ എല്ലാ ഭാഗങ്ങളിലും മണ്ണൊലിപ്പും ശക്തമായിട്ടുള്ള ആഘാതവും സംഭവിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ കാര്യത്തിൽ അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകിച്ച് മുണ്ടക്കൈ പ്രദേശത്ത് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചത് 12 മണിക്കൂറുകൾക്ക് ശേഷമാണ് എന്ന് ഓർമ്മിക്കണം. കാരണം ഈ ചൂരൽമലയെയും മുണ്ടക്കയും തമ്മിൽ ബന്ധിച്ചിരുന്നൊരു പാലമുണ്ടായിരുന്നു. ആ പാലം പൂർണ്ണമായും തകർന്നുപോയി. ആ തകർന്നുപോയ കോൺക്രീറ്റ് പാലത്തിന് പകരം വടം കെട്ടിയാണ് രക്ഷാപ്രവർത്തകർ ആ മേഖലയിലേക്ക് പോയത്. അവിടെ എത്തി പല സ്ഥലങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. ആദ്യത്തെ NDRF സംഘം റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘത്തോടൊപ്പം മുണ്ടക്കൈ പ്രദേശത്തേക്ക് പോകുന്ന സമയത്ത് വലിയ ഉരുൾപൊട്ടൽ വീണ്ടും ഉണ്ടാവുന്നു. അവർക്ക് മടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മറുഭാഗത്തേക്ക് പോകാൻ കഴിയാതെ ആർമി യൂണിറ്റ് വിഷമിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് വീണ്ടും ആർമി യൂണിറ്റ് ആ ഭാഗത്തേക്ക് പോകുന്നു. അവിടെ മുണ്ടക്കൈ ഭാഗത്ത് കണ്ട കാഴ്ചകൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടുക്കുന്നതായിരുന്നു. ഒരു പ്രദേശത്ത്, ഒരു ഗ്രാമമായിരുന്ന പ്രദേശം പൂർണ്ണമായും ഒലിച്ചുപോയി എന്നുള്ളതാണ് വാസ്തവം. ആ ഭാഗത്ത് കഴുത്തോളം ചെളിയിൽ പുരണ്ട് കിടന്ന മനുഷ്യനെ റിപ്പോർട്ടറിൽ വിളിച്ചാണ് രാഘവൻ എന്ന് പറയുന്ന അവിടുത്തെ ജനപ്രതിനിധി വിളിച്ചു പറയുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുമോ. 6 മണിക്കൂറുകൾക്ക് ശേഷം ചെളിയിൽ കഴുത്തോളം ഉണ്ടായിരുന്ന മനുഷ്യനെ NDRFിൻ്റെ സംഘത്തിന് രക്ഷിക്കാൻ സാധിച്ചു എന്നത് ഈ രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും ഒരുപക്ഷെ നമ്മളെ ആകെ ആകാംക്ഷയുടെ മുൾമുനയിലും ആശങ്കപ്പെടുത്തുകയും നെഞ്ചിടിപ്പേറ്റുകയും ചെയ്ത നിമിഷങ്ങളിലൊന്നാണ്.